മോഹൻലാലിൻ്റെ മാപ്പപേക്ഷയിൽ എല്ലാം തീരുമോ? തീരുമല്ലെന്ന് എനിക്കറിയില്ല. നാട്ടുകാർക്ക് ഭ്രാന്തെടുത്തിരിക്കില്ല. ഇതിന് മാത്രം വിഷയമാക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരു സിനിമ എന്ന രീതിയിൽ എമ്പുരാൻ വളരെ നല്ല സിനിമയാണ്, വളരെ നല്ല അറ്റംപ്റ്റാണ്, വളരെ നല്ല പ്രൊഡക്ഷനാണ്, നല്ല മേക്കിംഗ് ആണ്. സ്ക്രിപ്റ്റ് എനിക്ക് അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല. മുരളി ഗോപിയുടെ സിനിമ പ്രോബ്ലമൊക്കെ ആ സ്ക്രിപ്റ്റിനുണ്ട്. അത് പൃഥ്വിരാജ് അയാളുടേതായ സ്റ്റൈലിൽ അത് ഓവർകം ചെയ്തിട്ടുമുണ്ട്. ഞാൻ ആ മുമ്പ് ചർച്ചയിൽ പോകുന്നത് മുരളി ഗോപിൻ്റെ സ്ക്രിപ്റ്റും പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനും കൂടി കൂടുമ്പോൾ നന്നാവുക. അതായത് മുരളി ഗോപിൻ്റെ സ്ക്രിപ്റ്റ് മാത്രമാണെങ്കിൽ അത് പലപ്പോഴും പണ്ട് ശ്രീനിവാസൻ എന്തൊക്കെയോ സമൂഹത്തോട് പറയാൻ ഈ സിനിമയിലുണ്ട്, പക്ഷേ ഒടുവില്ലെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രീനിവാസൻ പണ്ട് ആരോടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് മുരളീൻ്റെ. അപ്പം ആ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ ഇതൊരു എല്ലാ അർത്ഥത്തിലും നല്ല പടമാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ അനാവശ്യമായ വിവാദമാണ്. ഇതിപ്പോൾ ആദ്യം ഈ സിനിമ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വിവാദം ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ ബിനീഷ് കൊടിയേരി ഈ പറയുന്നതിന് അതൊരു പോസ്റ്റ് ഇട്ടു, ഗുജറാത്ത് കലാപത്തെ കാണിച്ചു. അത് ചിലപ്പോൾ മണി അടിക്കാനിട്ടായി. ബിനീഷ് എടുക്ക് സിനിമയിൽ മുഖം കാണിക്കുന്നതല്ലേ, എല്ലാ സാറിനെയും അല്ല പൃഥ്വിനെയൊക്കെ മണി അടിക്കാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റായി. അന്നാണ് ബി ജെ പിക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പം ബി ജെ പിക്കാർ ശ്രദ്ധിച്ചതോടുകൂടി അവരതങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ ഒഫീഷ്യലി ബി ജെ പി അതൊരു ഡൗൺ പ്ലേ ചെയ്ത് കളഞ്ഞാണ്. അത് രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും രമേശ് ആണെങ്കിലും ഒക്കെ. പക്ഷേ ഈ അനുഭാവികളെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരതങ്ങ് ഏറ്റെടുത്തു. പിന്നെ അത് വൺസ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ അനുഭാവികൾ എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും എല്ലാ പാർട്ടിയുടെയും വേണു ബിനു വി ജോണും പിന്നെ മറ്റേ വേണു ബാലകൃഷ്ണൻ ആരാന്ന് അവർക്ക് അറിയില്ല. ബിനുവിൻ്റെ ഫോട്ടോന് ചായ വേണുവിനെ ചീത്ത പറയുന്നു, വേണുവിൻ്റെ ഫോട്ടോ ബിനുവിനെ ചീത്ത പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാത്ത ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അങ്ങോട്ട് ഏറ്റെടുത്ത് വിവാദമായി എന്നുള്ളതാണ്. അതല്ല ഞാൻ ആ സിനിമ ഞാൻ അത്ര സിനിമകൾ ഇൻ്റർനാഷണൽ സിനിമകൾ കാണുന്ന ഒരാളാണ്. ജെയിംസ് ബോണ്ട് ആണെങ്കിലും ഇന്ത്യാന ജോൺസ് ആണെങ്കിലും ടോം റൈഡർ ആണെങ്കിലും ഷിൻലേസ് ലിസ്റ്റ് ആണെങ്കിലും അമേരിക്കൻ സിവിൽ വാറിനെ പറ്റിയുള്ള സിനിമകളാണെങ്കിലും ബ്രേവ് ഹാർട്ട് സ്കോട്ടിഷ് സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള സിനിമകളാണെങ്കിലും എല്ലാം കാണുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഒരു തന്നെയാണ് ഈ സിനിമയും കാണുന്നത്. ആ രാജ്യങ്ങളിലൊന്നും ഇത്തരം സിനിമ അവരുടെ നിലവിലുള്ള സിസ്റ്റത്തെയോ ഭാഷനെയൊക്കെ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതൊരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാ കലാകാരന്മാർക്കും വേണമെന്നല്ല. സെലക്റ്റീവ് പൃഥ്വിരാജിന് മാത്രമല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാ കലാകാരന്മാർക്കും കൂടി കൊടുക്കണം. നമ്മൾ പൃഥ്വിരാജിന് കൊടുക്കുക, വേറെ കൊടുക്കാതിരിക്കുക, അല്ല പൃഥ്വിരാജിന് കൊടുക്കാതിരിക്കുക, കേരള ഫയൽസിൻ്റെ ആളുകൾക്ക് കൊടുക്കുക, അല്ല കാശ്മീർ ഫയലിൻ്റെ ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മളെ പ്രശ്നം കിടക്കുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളല്ല. നിങ്ങളുണ്ട് ഇപ്പം കേരള ഫയലോ അല്ലെങ്കിൽ കേരള സ്റ്റോറിയോ അല്ലെങ്കിൽ കാശ്മീരി ഫയലോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടാൻ സാധനം. പക്ഷേ ഞാൻ ഒരിക്കലും അവർ കുറ്റം വന്നിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ ഡിസ്കഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഇല്ലയെന്ന് തോന്നുന്നു. കാരണം അത് അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലാതെ എൻ്റെ താല്പര്യം, എൻ്റെ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. വല്ലപ്പോഴും ഇസ്ലാമിസ്റ്റ് പ്രൊപ്പഗാണ്ട കാണിക്കുന്ന സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് അങ്ങനെ സിനിമകൾ അധികം എടുക്കാറില്ല. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻ. അപ്പം അത് എനിക്ക് ആ രീതിയിലുള്ള ഒരു റിലീജിയസ് ആയിട്ടുള്ളൊരു സാധനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്മ്യൂണൽ അജണ്ട ഒക്കെ സിനിമകൾ ഇഷ്ടമല്ല. ഇപ്പം എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല മൂവി, നമുക്ക് അഭിമാനിക്കേണ്ട ഒരു മൂവിയാണ്. പിന്നെ എന്താണ് അതിന് ബന്ധപ്പെട്ട ക്രിറ്റിസിസം? ഗുജറാത്ത് കലാപം ഉണ്ടായതല്ലേ, ഗോദ്ര ട്രെയിൻ കത്തിച്ചുണ്ടായതല്ലേ. ആ സിനിമയിൽ ഗോദ്ര ട്രെയിൻ വെറുതെ കത്തുന്നതാണോ കാണിക്കുന്നത്? ഞാൻ ഇന്നലെ സിനിമ കണ്ടു, ഒരു കുപ്പി വന്ന് വീണിട്ട് അതിൽ നിന്നാണ് തീ പടരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇനി മറ്റുള്ളവർ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു കുപ്പി വന്ന് വീഴുകയാണ്, അതിന് തീ പടരുന്നു. കുപ്പി അതല്ല, ആൾക്കൂട്ടം ട്രെയിൻ ആക്രമിച്ചു, പിന്നെ പെട്രോൾ എന്താ പറയുക കുപ്പിയിലാക്കിയിട്ട് എറിഞ്ഞു, അതിൽ നിന്ന് തീ പടർന്നല്ല അന്ന് പത്ര റിപ്പോർട്ടുകൾ വന്നത്. പിന്നെ അതിനെപ്പറ്റി തന്നെ 2 കമ്മീഷനും ഡൽഹി IITയുടെ റിപ്പോർട്ടൊക്കെ വേറെ രീതിയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കോൺട്രവേഴ്ഷ്യലാണ്. അതതിൽ കാണിക്കുന്നുണ്ട്. അന്നത്തെ വന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് ട്രെയിൻ സംഭവിച്ചിങ്ങനെ അക്രമം ഉണ്ടായെന്നുള്ളത്. 2 ഗുജറാത്ത് കലാപം നടന്നതല്ലേ. മായാ കൊടാനിയും പിന്നെ ബജ്രംഗിയൊക്കെ ആരായിരുന്നു? അവർ ഇപ്പോൾ കോടതി ശിക്ഷിച്ചതല്ലേ. എന്നിട്ട് ആരോഗ്യ പ്രശ്നത്തിൻ്റെ പുറത്തല്ലേ ഇപ്പം പുറത്തിട്ടിരിക്കുന്നത്. നടന്ന സംഭവമല്ലേ. ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഗോദ്ര ഇൻസിഡന്റ് നടന്നില്ലെന്നാരും പറയില്ലല്ലോ, നടന്നതാണ്. അപ്പോൾ ഒരു കലാകാരൻ അയാളൊരു സിനിമ പറയുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ അയാൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഡിസ്കസ് ചെയ്യണോ വേണ്ടെന്നൊക്കെ അയാൾ തീരുമാനിക്കേണ്ടത്. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബോൾഡ് അറ്റംപ്റ്റ് ചെയ്യുന്നു. കാരണം ഇത്രയും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇത്രയും ശക്തമായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തീം, ഇത് ഈ നിലവിലുള്ള ഒരു സിസ്റ്റത്തിൽ പലർക്കും അതിൽ ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാം. അത് അറിഞ്ഞിട്ട് പോലും അങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട്, മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ അറിഞ്ഞില്ലെന്ന് എനിക്കറിയില്ല, അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ കൈവക അയാളുടെ ആ ഒരു തൻ്റെ ഇടത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഒന്നൊന്നര തൻ്റെ ഇടമാണ്. അതായത് തന്തയ്ക്ക് ജനിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ അയാളെ തൻ്റെ ഇടം ഭീകരമാണ്.
അയാളെ കരിയറിലുടനീളം അയാളെ തന്നെ കാണിച്ചു. അതൊരു ഒന്നൊന്നര പക്ഷേ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന നടൻ നിലവിലുള്ള സിസ്റ്റത്തെ മൊത്തം അത് പ്രശ്നം ഉണ്ടാക്കുന്ന അയാൾക്ക് അറിയാം, ആവാൻ സാധ്യതയുണ്ട്. എന്നിട്ടും അയാളത് അല്ലാതെ 1-2 സിനിമ മോൻ കാണിച്ചു പോയ ആർട്ട് സിനിമക്കാരനല്ല അയാൾ. എന്നിട്ട് അയാളത് ചെയ്തതെന്ന് വെച്ചാൽ അത് തന്തയ്ക്ക് പോകുന്നവന് പറ്റിയ പണിയാണ്. ഐ റിയലി സല്യൂട്ട് ഹിം ഫോർ ദാറ്റ്. ആ ധൈര്യമുള്ളവരും എനിക്കിഷ്ടമാണ്. എനിക്ക് ജയരാജേട്ടനെ അതുപോലെ തന്നെ ഇദ്ദേഹം വത്സൻ തില്ലങ്കേരി ചേട്ടനെ ഒരേപോലെ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ബോൺ ഫോർ എ സിംഗിൾ ഫാദർ, ഒറ്റ തന്തയ്ക്ക് ജനിച്ചവരാണ്. അതവരുടെ നിലപാട് മയപ്പെടുത്ത പരിപാടിയല്ല. അത് ആ അർത്ഥത്തിലാണ് ഞാൻ പൃഥ്വിരാജിനെ കണ്ടത്. ഈ വിവാദം പക്ഷേ ആർക്ക് നേട്ടം ഉണ്ടാക്കും? നേട്ടം ഉണ്ടാവില്ല, വെറുതെ എന്താണ് ഈ പറഞ്ഞതുപോലെ അത് നേട്ടം BJPക്ക് നേട്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പുറത്തേക്ക് കേരളത്തിൽ. കാരണം കേരളത്തിൽ ആളുകൾ ഇത്തരം വിഷയങ്ങളൊക്കെ എടുത്ത് വിവാദം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിരിക്കും ആളുകൾ ചിന്തിക്കാൻ പറയുമോ, നമ്മൾ കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ വിചാരിക്കുക ഇത് വിവാദമാക്കേണ്ട കാര്യമല്ല. കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഒരിക്കലും ഇത്തരം ഒരു സൈഡ് നിൽക്കാറില്ല. എപ്പോഴും നാഷണൽ ലൈൻ്റെ കൂടാതെ കോൺഗ്രസ് വെച്ചാൽ BJP മേടിച്ചാലും. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെന്താ വിചാരിക്കും, ഇവർ ഇത്രയും വിവരം കിട്ടാതാണോ എന്ന് വിചാരിക്കുക. അത് ഫർദർ അവരുടെ ഈ പ്ലൂട്ടോണിയത്തിൽ നിന്ന് ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കാം, കാളയുടെ കൊമ്പിനിടയിൽ കൂടെ പിന്നെ റേഡിയോ ആക്റ്റീവ് വേവ്സ് മൂവ് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന പോലുള്ള സാധനമായിട്ട് നമുക്ക് തോന്നുള്ളൂ. പിന്നെ വേറെ ആളുകളും ഇത് കണ്ട് ഭയങ്കര ഇത് എത്ര ആളുകൾക്ക് ഇത് കണ്ട് കയ്യടിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇവരൊക്കെ തന്നെ ഇവർക്കെതിരെ വന്ന സിനിമകൾ നടന്നപ്പോൾ എന്താ ചെയ്തത്? തിയേറ്റർ കത്തിച്ചിട്ടുണ്ടല്ലോ, സിനിമയെ ബാൻ ചെയ്യാണ് നിശബ്ദമായിട്ടുള്ള എമർജൻസി എന്നുള്ള സിനിമ. അതല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന പല സിനിമകളും. ഈ സിനിമകൾ പലരും ചിലത് തിയേറ്റർ കണ്ടിട്ടില്ല, തിയേറ്റർ കിട്ടിയില്ല, ചിലത് സാറ്റലൈറ്റുകൾ എടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് വേറെ കയ്യടിച്ചങ്ങ് സന്തോഷിക്കൊന്നും വേണ്ട. അത് പൃഥ്വിരാജ് എന്ന തന്തയ്ക്ക് ഓർന്നവനും മോഹൻലാൽ എന്ന കലയെ ഇഷ്ടപ്പെടുന്ന സംവിധായകരും നടനും മുരളി ഗോപി എന്നുള്ള ഇൻസൈറ്റുള്ള റൈറ്ററും അവരാണത്. ഗോപാലേട്ടൻ എന്ന സിനിമ ഉണ്ടാക്കിയതാണ്. ഗോപാലേട്ടൻ അവസാന നിമിഷം വന്നിട്ട് അത് ഏറ്റെടുത്താണ്, മോഹൻലാൽ വിളിച്ചു വന്നിട്ട്. അപ്പോൾ മോഹൻലാൽ എൻ്റെ പൈസ ഉണ്ട്, ലാൽ സാർ വിളിച്ചു പറയാം അവർക്ക് ഇതിനെങ്ങനെ സംഭവമുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ ചെയ്തു. അത് മോഹൻലാൽ നമ്മളുള്ള സ്വാധീനമാണ്. ഗോപാലേട്ടൻ സിനിമ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ലാൽ സാർ കഥ കേട്ടിട്ടുണ്ടാവും. ഏതായാലും അതൊരു ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇത്തരം സാധ്യത അങ്ങനെ ഒരു സിനിമ ധൈര്യപൂർവ്വം. പിന്നെ വേറൊരു കാര്യം എന്താണ്, എനിക്ക് ആ സിനിമ ഭയങ്കര അസ്വസ്ഥ ഉണ്ടായി. ഗുജറാത്ത് കലാപത്തിന് ആ പാർട്ട് കണ്ടപ്പോൾ ഞാനതൊക്കെ മറന്നതാണ്. കാരണം അത് ഒന്ന് കോടതി വിധി വന്നു, അത് നമ്മളതിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിരുന്ന പല ആളുകളും ക്ലീൻ ചിറ്റ് കിട്ടി. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്ക് ലോജിക്കലി ഓക്കെ അല്ലെങ്കിലും ആണെങ്കിലും ഒരു കോടതി വിധി ഫൈനലി വന്നാൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാം. നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയതല്ല. അല്ല, നരേന്ദ്രമോദിയെ പറ്റി ഇതിൽ പരാമർശമില്ല. നരേന്ദ്രമോദി ക്ലീൻ ചിറ്റ് കിട്ടിയാണ്. അമിത്ഷായ്ക്കാണെങ്കിൽ മറ്റേ കേസ് ഉണ്ടായിരുന്നു, ഇത് മറ്റേ തുളസിദാം പ്രജാപതി, അതിൽ അമിത്ഷായ്ക്കും ക്ലീൻ ചിറ്റ് കിട്ടിയാണ്. നമ്മൾ ഫൈനലി അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഞാൻ ഇവരുടെ രണ്ടുപേരത്തിനെ വലിയ ക്രിട്ടിക്കായി ഞാൻ അങ്ങനെയാണ്. അത് ഫൈനലി കോടതി വിധി വന്നു. ഇപ്പോൾ അവരെടുക്കുന്ന നിലപാടുകൾ പൊതുവെ നമ്മുടെ രാഷ്ട്രത്തിന് അനുകൂലമാണ്. അതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം രാഷ്ട്രത്തിന് അനുകൂലമാണ്, രാഷ്ട്രത്തിന് ഗുണകരമായ നിലപാടല്ല അവരെടുക്കുന്നത്. എന്ത് നമ്മൾ ഇത്രയും കാലം നമ്മൾ എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? രാഷ്ട്രത്തിന് ഗുണകരം അന്ന് അങ്ങനെ സംഭവം ഉണ്ടായി, അങ്ങനെ മുമ്പും കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ കാലഘട്ടം ഏറ്റവും ഭീകരമായ കലാപമായി എനിക്ക് ഫീൽ ചെയ്തു. അന്നും എന്നെ വല്ല അസ്വസ്ഥപ്പെടുത്തി, ഞാൻ മറന്നായിരുന്നു. ഈ സിനിമ കണ്ടപ്പം വീണ്ടും എന്നെ അസ്വസ്ഥപ്പെടുത്തി. പക്ഷേ വി ഹാവ് ടു മൂവ് ഓൺ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇനി അതല്ല, ഓക്കെ ഇനി അത് ചർച്ച ചെയ്യില്ലെന്ന്, എന്തിനാണ് ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, എത്രയോ വർഷങ്ങൾക്ക് 5000 വർഷം മുമ്പ് പിന്നെ ക്ഷേത്രം പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇപ്പം അവിടെയുള്ള പല പള്ളികളും ക്ഷേത്രങ്ങളുടെ പുറത്താണ് അന്ന് ക്ഷേത്രം പൊളിച്ചാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലേ ഇപ്പോഴും പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് പറയാൻ പാടില്ല, പാസ്റ്റ് പറയുകയേ വേണ്ട. അതല്ലല്ലോ, എല്ലാവരുടെ സൗകര്യത്തിന് പാസ്റ്റ് പറയുന്നുണ്ടല്ലോ. പിന്നെ കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാലഘട്ടത്തിൽ അയാളിലേക്ക് ഈ കാലഘട്ടം സംവദിച്ചുകൊണ്ടേയിരിക്കും. ആ സംവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കലാകാരൻ അതിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റില്ല. അതയാൾ പിന്നെ 2 പ്രധാനമന്ത്രിയെയോ ഒന്നും അതിൽ കുറ്റം പറയുന്നില്ലല്ലോ, ആണല്ലോ. ബാബു ബജ്രംഗി നേരം പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നല്ലോ, അയാളല്ലേ കോടതി ശിക്ഷിച്ചല്ലേ, അയാളെ വിരോധിച്ചല്ലേ സാദൃശ്യം. പിന്നെ അതുപോലെ തന്നെ ബക്കിസ് മാനു കേസിലെ ഈ പറയുന്ന പ്രതികളെ കോടതി വെറുതെ വിട്ടല്ല, അവസാനം ശിക്ഷ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ അവരെ സ്വീകരിച്ച ആളുകളുണ്ട് അവിടെ. അവരെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആരെങ്കിലും അവരെ ഓൺ ചെയ്യുന്നുണ്ടോ? അത് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് പൊള്ളുന്നു. പ്രധാനമന്ത്രി നമ്മുടെ ഈ പറയുന്ന ഈ കേസ് വരും. അന്ന് അമിത്ഷാൻ്റെ പേര് അന്ന് ഗുജറാത്ത് കലാപം നമ്മൾ കേട്ടില്ല. അമിത്ഷാൻ്റെ പേര് പിന്നെ സലാഹുദ്ദീൻ തുളസിറാം പ്രജാപതി കേസുകളിലാണ് വരുന്നത്. അത് അദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നുള്ള പ്രധാനമന്ത്രിയെ പറ്റി ഇതിലൊന്നും പറയുന്നില്ല. പ്രധാനമന്ത്രിയെ പറ്റി ഇതിലൊന്നും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന് പറയുന്നുണ്ട്, ശരിയാണ്, അതിൽ അറ്റാക്ക് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. കാരണം അദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്താണ് കോടതി.
ഫൈനലി നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും കോടതി വിധി നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ലോജിക്ക് ഇതൊരു സിനിമ എടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ബന്ധപ്പെട്ട പിന്നെ മസൂദ് അസർ എന്നൊക്കെ എൻ്റെ പേരൊക്കെ ഇട്ട് എനിക്കതൊന്നും തോന്നില്ല കേട്ടോ. അതൊരു പേര് അങ്ങോട്ട് ചൂസ് ചെയ്തതെന്നൊക്കെ ഉള്ളൂ. അത് ഒരു ഇതിലുള്ള അതിന് വേറെ പ്രത്യേക ഗൂഢാലോചന നടന്നു. അങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്കൊന്നും പൃഥ്വിരാജിനെ പോലെ ആളൊന്നും എടുക്കുകയും ചെയ്യില്ല, ബോധപൂർവ്വം. അതൊരു പഞ്ചുള്ളൊരു പേര് കിട്ടിയത് അങ്ങോട്ട് ഇട്ടു എന്നല്ലാതെ ഇത് ഇപ്പം എന്താ പറഞ്ഞത്, ഇതിനൊന്നും പറയാൻ പോലും ആളുകൾ പേടിക്കുന്നു. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു സിനിമയാണ്. അതിൽ നമ്മളെ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല. ഉണ്ടോ? പടം കണ്ടുണ്ടോ? ഇല്ലല്ലോ. അമിത്ഷാ അന്ന് ആ കലാപമായിട്ട് വന്നു. അമിത്ഷാ ചിത്രത്തിൽ പോലും ഇല്ല, അദ്ദേഹത്തെ പറ്റി ഒന്നും പറയുന്നില്ല. അതിൽ അന്ന് ആകപ്പാട് ഒരു ബാബു വചനെങ്കിൽ മറ്റുമാണ് അത് സംഭവം വെച്ചാൽ അയാൾ അന്ന് കോടതി പോലെ അയാൾ ശിക്ഷിച്ചതുമാണ്. അങ്ങനെ എല്ലാ കാലത്തും ഇപ്പം പിന്നെ ഈ ഗുജറാത്ത് കലാപം കൊണ്ട് ഞാൻ അസ്വസ്ഥനായ സമയത്തും പിന്നെ ഈ സിനിമ നിലകൊണ്ട് അസ്വസ്ഥനായി ഞാൻ എൻ്റെ മനസ്സിൽ കൗണ്ടർ ചിന്ത വന്നത്, മനുഷ്യന് ഭ്രാന്തെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സമുദായത്തിലും എല്ലാ പാർട്ടിയിലും ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും. ഞാനത് അന്നപ്പോൾ ആലോചിച്ചത് പിന്നെ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളുടെ കാര്യമാണ്. അവിടെ ഈ മുസ്ലിംസിൻ്റെ ഭീകരവാദികളാണല്ലോ അവരെ വേട്ടയാടുന്നത് അല്ലേ. അതുപോലെ മധ്യകാലഘട്ടത്തിൽ പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കരും തമ്മിലുണ്ടായ പോരാട്ടമുണ്ട്. അത് മനുഷ്യന്മാർ, അതൊന്നും ഈ ഒരു മതത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല, ഒരു സംഘടനയുടെ പ്രശ്നമല്ല. ആ മനുഷ്യന് ഭ്രാന്തെടുക്കുമ്പോൾ ചില കച്ചവടക്കാർ അതിൻ്റെ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങും. അതല്ലാതെ മറ്റൊന്നുമല്ല അത്. ഞാൻ അങ്ങനെയാണ് ആശ്വസിച്ചത്. ഞാൻ ഭയങ്കര അസ്വസ്ഥനാണ് സിനിമ കണ്ടപ്പോൾ. ഗുജറാത്ത് കലാപം ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏതാണ്. വി ഹാവ് ടു മൂവ് ഓൺ. നമുക്ക് അതിൽ നിൽക്കാൻ പറ്റില്ല, പാസ്റ്റിൽ നിൽക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. വി ഹാവ് ടു മൂവ് ഓൺ. അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി. അതല്ലാതെ ഈ അല്പബുദ്ധികൾ വന്നിങ്ങനെ വലിയ വർത്തമാനം വന്നു. എനിക്ക് BJP നല്ല സ്റ്റാൻഡാണ് കേരളത്തിലെടുത്തത്. രമേശ് ആണെങ്കിലും നമ്മുടെ രാജീവ് ആണെങ്കിലൊക്കെ നല്ല സ്റ്റാൻഡാണ് എടുത്തത്. പിന്നെ കുറേ ആളുകൾ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കുറേ ആളുകൾ ഇത് പറയുമ്പോൾ റേറ്റും കിട്ടും, അതുകൊണ്ട് നിങ്ങളും പറയും ചാനലുകാർക്ക് അവർക്ക് റേറ്റിംഗ് കിട്ടുകൊണ്ട് ചർച്ചയ്ക്ക് എടുക്കുന്നല്ലാതെ അതൊരു നല്ല സിനിമയാണ്. ആ സിനിമ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അതിലാരെയും ഇപ്പോൾ നമ്മുടെ ആ കലാപമായി പേര് കേട്ട് എക്സോണറേറ്റ് ചെയ്ത് ആരെയും അത് അപമാനിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ. പിന്നെ ഈ കാവിക്കൊടിയൊക്കെ ആയുധം വാങ്ങിക്കണമെങ്കിൽ ശ്രീരാമസേനനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള എലിമെൻറ്റ്സ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പം കാവിക്കൊടി നിങ്ങൾ വെറുതെ RSS ആയിട്ട് മാത്രം കണക്ട് ചെയ്യേണ്ട ആവശ്യം. ശ്രീരാമസേന എന്ന് പറഞ്ഞാൽ RSS ആയിട്ട് ഒരു ബന്ധമില്ലാത്ത അവരാണ്. ഈ വാലന്റൈൻസ് ഡേയൊക്കെ ആഘോഷിക്കുന്ന കുട്ടികളൊക്കെ ബാംഗ്ലൂരൊക്കെ അടിച്ചത്. അവർക്ക് RSS ആയിട്ട് ഒരു ബന്ധമില്ല. അതുപോലെ ഹിന്ദു മറ്റേതുണ്ടല്ലോ, ഹിന്ദു മഹാസഭ, അവർക്ക് RSS ആയിട്ട് ബന്ധമില്ല. ഇങ്ങനെയുള്ള എലിമെൻറ്റ്സ് നമ്മളെ നാട്ടിലുണ്ട്. അവരെ കൺട്രോൾ ചെയ്യാന്നുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അനാവശ്യമായ വിവാദമാണ് ഈ സിനിമയെ സിനിമയായി കാണുക. എന്നിട്ട് നമ്മൾ അതിനെ എന്താ പറയുക, ആ രീതി നമ്മളെ മഹാന്മാരായ കലാകാരന്മാരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ പൃഥ്വിരാജ് ഒരു നല്ല തന്തയ്ക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു നല്ല കഴിവുള്ള മീഡിയം അറിയാവുന്ന നല്ലൊരു ഡയറക്ടറാണ്. അയാളെപ്പോലുള്ള ആളുകൾ നമ്മൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്. അല്ല നമ്മൾ പിന്നെ ഒരു ആഫ്രിക്കൻ രാജ്യം പോലെ മൂന്നാംകിട രാജ്യമായി പോകും. നമ്മൾ ഒന്നാംകിട രാജ്യമായി മാറുന്ന രാജ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.